ഹലോ വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ? ഞാനിതോടെ സുഖമായിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എൻ്റെ ഉമ്മാക്ക് കാറ്ററിങ്ങിൻ്റെ ഒരു സർവീസ് ഉണ്ട്. വീട്ടിൽ വെച്ചിട്ട് തന്നെ ഹോം മെയ്ഡാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഓർഡറൊക്കെ കിട്ടുമ്പോൾ വീട്ടിൽ നിന്ന് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ റെസിപ്പി കാണിക്കുന്നത് 1 കിലോ ചിക്കൻ ചില്ലി റെസിപ്പിയുടെ വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ, ചില്ലി ഫ്രൈ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വെള്ളം വാർന്ന് പോകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിലോട്ട് വേണ്ട മസാലകളാണ് കാണിക്കുന്നത്. ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ ചേർക്കുന്നത് മാഗി ക്യൂബിൻ്റെ ഒരു ചെറിയ പീസ് കൂടെ ചേർത്തിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ മാഗി ക്യൂബ് ഇട്ടതിന് ശേഷം ഉപ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ പുറത്തേക്ക് നമ്മളിത് സെയിൽ ചെയ്യുന്ന കാരണം തന്നെ കുറച്ച് ഫുഡ് കളർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ടൊരു സീക്രട്ട് എന്ന് പറയുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ ഒരു കോഴിമുട്ടയും പിന്നെ അതേപോലെ തന്നെ കുറച്ച് കോൺഫ്ലവർ കൂടെ ഇതിൽ മിക്സാക്കി കൊടുക്കും. എന്നിട്ട് ഇത് നല്ല രീതിക്കൊന്ന് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചിക്കൻ ചില്ലിയൊക്കെ ഫ്രൈ ആക്കിയിട്ട് ഉമ്മ ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് കാണിച്ചതേ ഉള്ളൂ. നമുക്കിവിടെ ഉള്ളത് 2 കിലോൻ്റെ ചിക്കൻ ചില്ലിയാണ് ഫ്രൈ ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ അത് രണ്ടും 2 സ്ഥലത്തോട്ടായതുകൊണ്ട് തന്നെ ഓരോ കിലോ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ 1 കിലോൻ്റെയാണ് ഞാൻ ആദ്യം മസാല ചേർത്ത് വെക്കുന്നത്. പിന്നെ പറയാനുള്ളത്, നമുക്ക് വേറൊരു ഓർഡർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കിലോൻ്റെ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ 1 കിലോൻ്റെ ബീഫ് വരട്ടിയതായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചിക്കൻ ചില്ലിയുടെ ഫ്രൈ ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതേ സെയിം പാത്രത്തിൽ തന്നെ ഞാൻ എന്ത് ചെയ്യുകയാണ്, നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ളത് ആ ഒരു ചിക്കൻ്റെത് മാറ്റിയതിന് ശേഷം അതേ സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ രണ്ടാമത്തത് കൂടെ ചെയ്തെടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1 കിലോൻ്റെത് വേറെയും ചില്ലി ഉണ്ടെന്ന്. അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതങ്ങനെ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തന്നെ നമ്മൾ ബിരിയാണി ഫ്രൈ ചെയ്തിട്ടാണ്, ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതിനുള്ള മസാല കൂടി ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ചിക്കൻ ചില്ലി ഫ്രൈ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ മസാലയിൽ ഗരം മസാല ചേർക്കില്ല. പക്ഷേ ഈ ബിരിയാണിയുടെ മസാല ഉണ്ടാവുമല്ലോ, ചിക്കനിൽ മസാല തേച്ച് പിടിപ്പിക്കുന്നതിൽ ഗരം മസാല കുറച്ച് ഉമ്മ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാനുള്ളതാണ് ബീഫ് വെള്ളം വാർന്ന് പോകാനായിട്ട് വെച്ചതായിരുന്നു, നല്ല രീതിയിൽ ക്ലീൻ ആക്കിയിട്ട്. ഇനിയിപ്പോൾ ഇതാ അതൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ അതിലോട്ടുള്ള മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ചേർത്ത് കൊടുക്കുന്നത് എന്താ വെച്ചാൽ, ആദ്യം തന്നെ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി, ഇതെല്ലാം ഉമ്മാക്കൊരു കൈക്കണക്കാണുള്ളത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതാ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി. പിന്നെ ഇതിൽ നമ്മൾ മാഗി ക്യൂബ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ കുറച്ച് മീറ്റ് മസാലയും പിന്നെ അതേപോലെ തന്നെ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ല രീതിക്കൊന്ന് കൈ വെച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കേണ്ടതുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉമ്മയുടെ എന്താ പറയുക, ഉമ്മ സാധാരണ ഉണ്ടാക്കുന്ന ബീഫ് റെസിപ്പി നമ്മൾ ചിക്കനെ പോലെയല്ല, ചിക്കനെക്കാളിലും കുറച്ചുകൂടെ എനിക്കിഷ്ടം ഉമ്മ ഉണ്ടാക്കുന്നത് ബീഫാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഒരു കുക്കറിലോട്ട് എന്ത് ചെയ്യാണ്, ഇത് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത്രയും വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുള്ളൂ. കാരണം ഇത് കുക്കായി വരുമ്പോഴേക്കും ബീഫിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളം വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മസാല ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാനിവിടെ മുളകച്ചാറാണ് തയ്യാറാക്കുന്നത്. ഇത് ഞാൻ തന്നെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു ചട്ടി വെച്ചതിന് ശേഷം കടുക് ഉലുവ ഒന്ന് വറുത്തെടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. അച്ചാർ തയ്യാറാക്കുന്ന സമയത്ത് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ വെളിച്ചെണ്ണയും വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഒഴിച്ചിട്ടുള്ള ഓയിലിലോട്ട് പച്ചമുളക് എത്രയാണോ വേണ്ടത് അത് ചേർത്തതിന് ശേഷം മുളക് പൊടി ചേർത്തിട്ട് മിക്സാക്കി കൊടുക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പുളിവെള്ളമാണ്. പുളിവെള്ളം കൂടി ചേർത്തതിന് ശേഷം നല്ല രീതിക്കൊന്ന് ഒരു ലോ ഫ്ലെയിമിലിട്ട് എന്ത് ചെയ്യാം, കുറച്ച് നേരം ഒന്ന് കുക്കാക്കി എടുക്കേണ്ടതുണ്ട്. ഇനി ഒരു എന്താ പറയുക, ഒന്നിങ്ങോട്ട് കുക്കായി വന്നതിന് ശേഷമാണ് ഞാൻ ഇതിലോട്ട് എന്ത് ചെയ്യണമെന്നറിയോ,
കുറച്ച് അച്ചാർ പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് അത് ഗ്യാസിലാണ് വെക്കുന്നത്. പിന്നെ ഈ ഒരു സമയം കൊണ്ട് തന്നെ അപ്പുറത്തെ സൈഡിൽ അടുപ്പിലായിട്ട് നമ്മൾ മസാല തയ്യാറാക്കുന്നുണ്ടായിരുന്നു. പിന്നെ അച്ചാറിലോട്ട് ഒരു ചെറിയൊരു ടൊമാറ്റോ, അതായത് തക്കാളി എന്ത് ചെയ്തിട്ടുണ്ട്, മിക്സിയിൽ അരച്ചത് കൂടെ നമ്മൾ അച്ചാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ അതാ ഇവിടെ അടുപ്പത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തു. അതിലോട്ട് സവാള ഒന്ന് വഴറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുത്തു. പിന്നെ തക്കാളി അരച്ച് വെച്ചിട്ടുള്ള മിക്സും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ബിരിയാണിയുടെ ഒരു മസാല എന്ന് പറയുന്നത്. പിന്നെ അതിലോട്ട് ആവശ്യത്തിലുള്ള മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലോട്ട് എന്താ പറയുക, ഈ മസാലയിലോട്ട് നമുക്ക് എന്ത് ചെയ്യണം, മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ ഈ വീഡിയോ എന്താ പറയുക കുറച്ച് ലെങ്തി ആയതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ എന്തായാലും പറയാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ലാസ്റ്റ് ചേർത്തിട്ടുള്ളത് തൈരാണ്, പിന്നെ ഗരം മസാല. ഇത്രയും മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടെ അതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ചെയ്യുന്നത്. പിന്നെ ഇതെന്താ പറയുക, നമ്മളിപ്പോൾ ഒരടുപ്പത്ത് ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പിന്നെ ഒരടുപ്പത്താണ് ചിക്കൻ്റെ മസാല തയ്യാറാക്കുന്നത്. പിന്നെ ഗ്യാസിൽ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ അച്ചാറിൻ്റെ പരിപാടി ചെയ്യുന്നത്. പിന്നെ അതിലോട്ട് ആവശ്യത്തിനുള്ള മല്ലിയില, കറിവേപ്പില, പുതിനയില അതെല്ലാം ചേർത്തിട്ട് നല്ല രീതിക്കൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൽ ഇപ്പോൾ നമ്മൾ ചിക്കൻ ഓൾറെഡി കുക്കാക്കിയത് കൊണ്ട് തന്നെ ഈ മസാലയിലൊന്ന് നല്ല രീതിക്കൊന്ന് മിക്സായി കിട്ടിയാൽ മതി. പിന്നെ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ അച്ചാർ നല്ല രീതിക്ക് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ചാറിലോട്ട് ആദ്യം തന്നെ കടുക്, ഉലുവ നമ്മളൊന്ന് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല രീതിക്ക് ഒന്ന് പൊടിച്ചെടുക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞാൻ ഈ അച്ചാറിലോട്ടുള്ള ശർക്കര ഉണ്ടല്ലോ, കുറച്ച് മധുരത്തിനാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ധൃതി പിടിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ ആദ്യം പാൽപ്പാത്രത്തിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് അതിലോട്ട് ശർക്കര ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ശർക്കര വെക്കുമ്പോൾ തന്നെ വെള്ളം വെച്ച് കൊടുത്താൽ മതി. നമ്മളെന്താ പറയുക, കുറച്ച് ബിസി ആകുമ്പോൾ അങ്ങനെയൊക്കെ ആവുമല്ലോ. അപ്പോൾ അതാണ്. ഞാൻ നല്ല രീതിയിലൊന്ന് തിളച്ച് വരട്ടെ. ഇനിയിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സെയിം പാനിൽ തന്നെ, ചട്ടിയിൽ തന്നെ എന്ത് ചെയ്യാണ്, നമ്മൾ ചില്ലി ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലത്തെ ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ kg വെച്ചിട്ടാണ്, നമുക്ക് 2 kg ആണ് ഓർഡർ ഉള്ളത്, അത് സെപ്പറേറ്റ് ആണ്. അപ്പോൾ അതിലത്തെ 1 kg ആണ് ആദ്യം എന്ത് ചെയ്യണത്, ഫ്രൈ ചെയ്തെടുക്കുന്നത്. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട്, പക്ഷെ അധികം മൂപ്പ് ആവേണ്ട ആവശ്യമില്ല, അതായത് അധികം ഇങ്ങനെ ഡ്രൈ ആവാണ്ട് എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ അച്ചാറിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ആ ശർക്കര പാനി ഇവിടെ തിളച്ച് വന്നത് ഞാനിവിടെ അരിച്ചതിന് ശേഷം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണിത്. ഇനി ടൊമാറ്റോ സോസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ലൊരു ഐഡിയയാണ്. തക്കാളി എന്ത് ചെയ്താൽ മതി, മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനിയിപ്പോൾ നമ്മളിവിടെ വെള്ളം തിളച്ച് വന്നപ്പോൾ അരി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല രീതിക്കൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ചോറ് ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ നമ്മളിങ്ങനെ ചിക്കൻ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്, അങ്ങനെ കേട്ടോ. അങ്ങനെ നമ്മൾ ചോറ് ഊറ്റിയെടുത്തതിന് ശേഷം ദമ്മിടാനായിട്ടുള്ള പരിപാടിയിലാണ്. അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ളൊരു ചെമ്പട്ടിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ നേരത്തെ നമ്മുടെ ആ ഒരു ചട്ടി മാറ്റാനായിട്ട് തന്നെ അതിൽ നിന്ന് മസാല ഒക്കെ വേറൊരു പാത്രത്തിലൂടെ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചെമ്പട്ടിയിൽ തന്നെയാണ് നമ്മൾ ദം ചെയ്യുന്നത്. അതിൻ്റെ മുകളിലായിട്ട് സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ റൈസ് ചേർത്ത് കൊടുത്തു. പിന്നെ അതേപോലെ തന്നെ മല്ലിയില, പുതിനയില അതെല്ലാം ചേർത്തിട്ട് RKG ഒക്കെ ചേർത്തിട്ടാണ് ദം ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ മുളകച്ചാറും ഇതിനിടയിലായിട്ട് നമ്മൾ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന അതേ സെയിം പാത്രത്തിൽ തന്നെ ഓയിൽ ഒഴിച്ചിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ സവാള ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യണത്. നമ്മൾ നേരത്തെ ബീഫ് കുക്കറിൽ കുക്കാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. സവാള ഒന്ന് സെറ്റായി എന്ന് കണ്ടാൽ എന്ത് ചെയ്യുക, അതിലോട്ട് ആവശ്യത്തിനുള്ള തക്കാളിയും പിന്നെ അതേപോലെ തന്നെ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത്. പിന്നെ പറയുന്ന കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ബിരിയാണി ദം ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ കൂടെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ലെങ്തി ആയ കാരണമാണ് പറയാൻ വിട്ടുപോയത് കേട്ടോ. പിന്നെ ഇനി എന്ത് ചെയ്യാം, സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് മിക്സായി നല്ല വഴറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിലോട്ട് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് അതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത്.
എന്നിട്ട് നമ്മൾ വേവിക്കുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ അതിൽ നിന്നും വെള്ളം, അപ്പോൾ ഇനി അതൊന്ന് വറ്റി വരട്ടെ. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ബാക്കിയെല്ലാം നമ്മളത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചുള്ള ചിക്കനിലോട്ട് കുറച്ച് പച്ചമുളക്, കറിവേപ്പിലയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനിടയിലായിട്ട് നമ്മുടെ ബീഫ് നല്ല രീതിക്ക് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് ടൈം ഇങ്ങനെ മിക്സാക്കി എടുക്കേണ്ടതുണ്ട് കേട്ടോ. കുറച്ച് ടൈമിൻ്റെ സംഭവമാണ്. നല്ല രീതിക്ക് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയില എത്രയാണ് ചേർത്തുള്ളത്. പിന്നെ ബിരിയാണിയിലോട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് കൂടെ ആഡ് ചെയ്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ആ ദിവസത്തെ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് കൂടെ അറിയിക്കുക. ഇതുപോലെ റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അറിയാത്തവരുണ്ടെങ്കിൽ, അറിയുന്നവരാണെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.